പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെയും E4 എൻ്റർടൈൻമെൻറ്റിൻ്റെയും ബാനറിൽ സുപ്രിയ പ്രൊഡക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്ത് വിപിൻ ദാസ് സംവിധാനം ചെയ്ത തിയേറ്ററിൽ ഇന്നലെ റിലീസ് ചെയ്ത പടമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ഈ പടത്തിൻ്റെ സംവിധായകനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജയ 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 ഹേ എന്നുള്ള ഒരു സൂപ്പർ ഹിറ്റ് പടം, അത് വളരെ ലോ ബഡ്ജറ്റിലെടുത്ത ഒരു സൂപ്പർ ഹിറ്റ് ഫാമിലി ചിത്രം എടുത്ത സംവിധായകനാണ്. അപ്പോൾ ഇത് കുറേ കാലം മുമ്പ് തന്നെ വിപിൻ ദാസിൻ്റെ അടുത്ത് ഈ ഒരു തിരക്കഥയൊക്കെ കിട്ടിയിട്ടുണ്ട്. പൃഥ്വിരാജിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പണ്ട് പൃഥ്വിരാജ് ചെയ്യാൻ ഉദ്ദേശിച്ച റോളിന് നേരെ വിപരീതമായ റോളാണ് ഈ തവണ പടത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പടത്തിനെക്കുറിച്ച് ഒരു സിംഗിൾ വേർഡിക്റ്റ് പറയുകയാണെങ്കിൽ ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ് മൂവി, ഒരു ഫാമിലി മൂവി, നല്ല രീതിയിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പഴയ കാലത്തെ ഒക്കെ ആ ഒരു സുവർണ പീരീഡിലേക്ക്, സുവർണ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു അടിപൊളി പടം. കാരണം നമുക്കറിയാം ഇപ്പോൾ അടുത്ത് വന്ന പടങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള പടങ്ങൾ, ബ്രഹ്മയുഗം പോലുള്ള പടങ്ങൾ, പ്രേമലു പോലുള്ള പടങ്ങൾ, പിന്നെ ഇനി വരാനിരിക്കുന്ന ടർബോ പോലുള്ള പടങ്ങൾ. ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ നല്ല നല്ല പടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന നല്ല രീതിയിലുള്ള പടങ്ങൾ, ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ആയിക്കോട്ടെ. അപ്പോൾ ഈ 2024 ഒരുപാട് നല്ല പടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് ആക്ഷൻ മൂവീസ് കണ്ടു, ഒരുപാട് മാസ് മസാല പടങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ പക്ഷേ ഒരു ഫാമിലി ഫണ്ണായിട്ടുള്ള പണ്ടത്തെ കാലത്തെ പോലുള്ള പടങ്ങൾ എന്താ വരാത്തെന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം മലയാള സിനിമയിൽ ലോ ബഡ്ജറ്റിൽ തന്നെ നല്ല രീതിയിൽ പടങ്ങൾ എടുക്കാൻ പറ്റുന്നുള്ള രീതിയിലുള്ള ഒരു മാറ്റം കണ്ട ഒരു വർഷമാണ് 2024. കാരണം പ്രേമലുമൊക്കെ വളരെ ലോ ബഡ്ജറ്റിൽ ഒരു 4-5 കോടിയിൽ മാത്രം എടുത്ത് 100 കോടി അടിച്ച പടമാണ്. അപ്പോൾ അതേപോലെ തന്നെ ലോ ബഡ്ജറ്റിൽ പടം എടുത്ത് ഹിറ്റാക്കാം എന്നുള്ള ഫോർമുല ഒന്ന് നല്ലൊരു തിരക്കഥ നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഈ ഒരു പടം ഗുരുവായൂർ അമ്പലനടയിൽ. പടം സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു വിവാഹം, അതിന് കല്യാണത്തിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അതിനകത്തുള്ള കുറേ ഫാക്ടേഴ്സ്, കാര്യങ്ങൾ, അതിൻ്റെ ഫൺ എലമെൻറ്റ്സ് അത് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് ഈ പടം എടുത്തിരിക്കുന്നത്. കൺഫ്യൂഷൻസ്, അതിൻ്റെ ഇടയിൽ വരുന്ന കുറേ സസ്പെൻസസ്, പിന്നെ ട്വിസ്റ്റുകൾ, അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചേർത്തിട്ടാണ് ഈ പടം എടുത്തിട്ടുള്ളത്. പടത്തിലെ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ബേസിൽ ജോസഫാണ്. അദ്ദേഹത്തിൻ്റെ പേരായിട്ട് വന്നിട്ടുള്ളത് അനശ്വര രാജൻ. പൃഥ്വിരാജ് ഒരു മെയിൻ റോൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരായിട്ട് വന്നത് നിഖില വിമലാണ്. ഇവരുടെയൊക്കെ റോളുകൾ അവർ ഗംഭീരമായി ചെയ്തു വെച്ചിട്ടുണ്ട് പടത്തിനകത്ത്. അത്രക്കും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാനായിട്ട് ഓരോ ആൾക്കാർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ കാസ്റ്റ് ചെയ്തതൊക്കെ നല്ല 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 ആൾക്കാരെ പിടിച്ചിട്ടാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് രോമാഞ്ചത്തിലൊക്കെയുള്ള ഹാൻഡ്സ് വെക്കണ ചെങ്ങായിനൊക്കെ പിടിച്ചിട്ട് നല്ല രീതിയിൽ റോള് കൊടുത്തിരിക്കുന്നത്. ഈ പിന്നെ യൂട്യൂബിലൊക്കെ ഉള്ള ഒരു സഫു ബോയ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാളൊക്കെ നല്ലൊരു റോളായിട്ട്, അതായത് ബേസിൽ ജോസഫിൻ്റെ അനിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് കൊടുത്തിട്ടുണ്ട്. ജഗദീഷിൻ്റെ റോള് വളരെ നല്ലതാണ്. നമ്മളെ ബൈജു ഒരു ഗൈനക്കോളജിസ്റ്റായിട്ട് അഭിനയിക്കുക, അദ്ദേഹത്തിൻ്റെ റോള് വളരെ മികച്ചതായിട്ടുണ്ട്. ഇതിലെ നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൽ ജോസഫാണ്. ബേസിൽ ജോസഫിൻ്റെ ഓരോ കാര്യങ്ങളാണ് ഈ പടം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബേസിൽ ജോസഫ് നമുക്കറിയാം, അദ്ദേഹത്തിന് ഒരു നല്ലൊരു മികച്ച ഡയറക്ടറാണ്. അതിനേക്കാട്ടിലും മികച്ച രീതിയിൽ തന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. വളരെ പണ്ടത്തെ കാലത്തൊക്കെ ഉള്ള നമ്മളുടെ ശ്രീനിവാസൻ ചെയ്തു വെച്ച റോളുകൾ, അപ്പോൾ അതിന് പകരം വെക്കാൻ ഈ കാലഘട്ടത്തിൽ ഒരാളില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ഏറ്റവും നല്ല ഒരു റീപ്ലേസ്മെൻ്റ് ആണ് ബേസിൽ ജോസഫ് എന്നുള്ള മനസ്സിലാക്കാൻ കഴിയുന്നത്. കോമഡി ആണെങ്കിലും ശരി, സട്ടിലായിട്ടുള്ള ആക്ടിങ് ആണെങ്കിലും ശരി, ഇമോഷൻ സീൻസുകളാണെങ്കിലും ശരി, പിന്നെന്താ പറയുക, ഈ കുറേ ഫൺ എലമെൻറ്റ്സ് അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. കാരണം നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു അയൽപ്പക്കത്തുള്ള ഒരു പയ്യൻ, ആ ഒരു ഇമേജ് കീപ്പ് ചെയ്യാൻ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എന്നാൽ അത്യാവശ്യം ഫൺ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ചെയ്യാൻ നല്ലൊരു ബോഡി ലാംഗ്വേജ് ഉള്ള ഒരു മനുഷ്യനായിട്ട്, നല്ലൊരു ആക്ടറായിട്ട് തോന്നിയിട്ടുള്ള ഒരാളാണ് ബേസിൽ ജോസഫ്. ബേസിൽ ജോസഫിൻ്റെ ഇപ്പോൾ അടുത്ത് ഇറങ്ങിയ പടങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ റോൾ അദ്ദേഹം ഗംഭീരമാക്കി ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ പുൾ ഓഫ് ചെയ്യാൻ നല്ല കാപ്പബിലിറ്റി ഉള്ളൊരു നടനാണ്. കിട്ടുന്ന റോള് മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരാളാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ബേസിക് സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പാട്രിയേറ്റ് ആണ്, പ്രവാസിയാണ്, ഗൾഫിൽ ജോലി ചെയ്യുന്നു, അത്യാവശ്യം നല്ല രീതിയിൽ സമ്പാദിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിച്ച ഒരു ലവ് ഫെയിലിയർ. അപ്പോൾ അതിൻ്റെ ബേസിസിൽ അദ്ദേഹം ആകെ ഡെസ്പെറേറ്റ് ആയിട്ട് നടക്കണം. എന്നാൽ പക്ഷേ പ്രൊഫഷനിലൊക്കെ നല്ല രീതിയിൽ എക്സൽ ചെയ്തിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 5 വർഷത്തോളമായിട്ട് കല്യാണത്തെക്കുറിച്ചേ ചിന്തിക്കാതെ ഇരിക്കുന്ന ഒരാൾ, ഈ ലവ് ഫെയിലിയറിന് ശേഷം കല്യാണത്തെക്കുറിച്ചേ ചിന്തിക്കാതെ ഇരിക്കുന്ന ഒരാൾ, എന്നിട്ട് നല്ലൊരു അലയൻസ് വരുമ്പോൾ ആ അലയൻസ് കൊണ്ടുവരുന്ന ആൾ പൃഥ്വിരാജാണ്. പൃഥ്വിരാജ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് ഈ ഒരു കല്യാണം നടക്കുന്ന സമയത്ത് ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻസ്, പ്രശ്നങ്ങൾ, ട്വിസ്റ്റുകൾ അതൊക്കെ ഗംഭീരമായിട്ട് എടുക്കാനായിട്ട് വിപിൻ ദാസിന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഈ ഒരു ചെറിയ ഒരു ത്രെഡിൽ വെച്ച് പടം മേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ
വെരി ടീഡിയസ് പ്രൊസീജിയറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിലുള്ള ആ ഒരു ത്രില്ലിങ് എലമെൻറ്റ് നമുക്ക് ത്രൂ ഔട്ട് പടത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിക്കൊള്ളുന്നില്ല. ഫൺ എലമെൻറ്റ് ത്രൂ ഔട്ട് പടത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിലും അത് നമ്മളുടെ ഈ പ്രേക്ഷകരായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമാണ് ആ പടം സക്സസ്ഫുൾ ആവുകയുള്ളൂ, തിയേറ്ററിലൊരു സക്സസ് ആവുകയുള്ളൂ. തിയേറ്ററിലേക്ക് ഫാമിലി പോവുള്ളൂ, ഓഡിയൻസ് പോവുള്ളൂ, യങ്സ്റ്റേഴ്സ് പോവുള്ളൂ, എന്നാൽ മാത്രമേ പടം സാമ്പത്തികമായിട്ട് വിജയിക്കുകയുള്ളൂ. ഇത് താരതമ്യേന വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ചെയ്തു വെച്ച ഒരു പടം വളരെ മികച്ച രീതിയിൽ അവർ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് നമുക്ക് അത്ര കണ്ട് പ്രശംസിക്കേണ്ടി വരും. അത്രക്കും മികച്ച രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ശരവൺ എന്ന് പറഞ്ഞ റോള് ചെയ്തിട്ട് തമിഴനായിട്ട് അഭിനയിക്കുന്ന നമ്മളെ തമിഴിലൊക്കെ ഒരു കോമഡി താരമുണ്ട്, ജയിലറിലൊക്കെ ഒരു പിന്നെ മറ്റേ നമ്മളെ രജനീകാന്തിൻ്റെ കൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരാളുണ്ടല്ലോ, ഒരു തടിച്ചൊരു മനുഷ്യൻ, യോഗി ബാബു. പുള്ളിക്കാരൻ ഇതിനകത്തൊരു മികച്ച ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. നല്ല രസത്തിലുള്ള ഒരു റോളാണ് അതൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ പഴയകാല നടന്മാരായിട്ടുള്ള ഇർഷാദൊക്കെ നല്ല, പിന്നെ നമ്മൾ കോട്ടയം രമേശ്, ഇവരൊക്കെ നല്ല രീതിയിൽ തന്നെ അവർക്ക് കിട്ടിയ റോള് മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. ജഗദീഷ് ആസച്ച് നമുക്ക് അറിയാം, ഇപ്പോൾ പണ്ടത്തെ കാലത്തുള്ള ആ വടിച്ച കോമഡി എന്നൊക്കെ മാറിയിട്ട് നല്ല നല്ല ക്യാരക്ടർ റോളുകൾ ചെയ്യുന്ന ഒരു ആളായി മാറിയിട്ടുണ്ട്. ഫാലിമിയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരുപാട് നല്ല റോളുകൾ അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കിട്ടിയ റോള്, ഈ പടത്തിൽ അദ്ദേഹം ചെയ്തു വെച്ച റോള്, അതായത് പൃഥ്വിരാജിൻ്റെ ഫാദറായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്, അത് മികച്ച രീതിയിൽ ചെയ്തു വെക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പൃഥ്വിരാജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൃഥ്വിരാജിനെ ഈ പടത്തിൽ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ അത്രക്കും രസമാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ്, അദ്ദേഹത്തിൻ്റെ ആ ലുക്ക്, അത് എടുത്തു പറയേണ്ടതാണ്. ഏതൊരു ഡ്രസ്സിലും മികച്ച രീതിയിൽ ബോഡി ഔട്ട്ഫിറ്റുള്ള അദ്ദേഹത്തിനെ ഇങ്ങനെ എടുത്ത് കാണാൻ, സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന കാണാൻ തന്നെ നമുക്ക് എല്ലാവർക്കും പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടം വരും. നമ്മളെ രാജുവേട്ടൻ അവിടെ ആ തിയേറ്ററിൽ നിറഞ്ഞു നിൽക്കുന്നത്, അത് അദ്ദേഹത്തിൻ്റെ ഓരോ മാനറിസങ്ങൾ, അത് വളരെ മികച്ച രീതിയിൽ തന്നെ എടുക്കാനായിട്ട് വിപിൻ ദാസ് ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പൃഥ്വിരാജ് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോർ ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് വളരെ ദേഷ്യം ഉള്ള ഒരു വ്യക്തിയാണ്. തൊട്ടതിനും പിടിച്ചതിനും ഒരു കൺട്രോൾ ഇല്ലാതെ, ലിമിറ്റ് ചെയ്യാൻ പറ്റാതെ ആങ്കർ ഇഷ്യൂസ് ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആങ്കർ ഇഷ്യൂസ് അദ്ദേഹം അടക്കി നിർത്തുന്നതും, എന്നിട്ട് ഒരു സാധാരണക്കാരെ പോലെ ജീവിക്കുന്നു, എന്നാലും ഇടക്കിടക്ക് പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വരുന്ന ഈ ആങ്കർ ഇഷ്യൂസ് കാരണം ഉണ്ടാകുന്ന ഇഷ്യൂസ്, അത് കാരണം അദ്ദേഹത്തിൻ്റെ ഫാമിലി ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഭാര്യയോട് ഉണ്ടാകുന്ന അധിക കെയർ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് കാരണം ഫാമിലി ലൈഫ് തകർന്നു പോകുന്നു, അതൊക്കെ വളരെ രസകരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ചെയ്തു വെക്കാനായിട്ട് വിപിൻ ദാസിന് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ റോളും വളരെ മികച്ച രീതിയിൽ ചെയ്യാനായിട്ട് ഈ പെർഫോമേഴ്സിന് കഴിഞ്ഞിട്ടുമുണ്ട്. പിന്നെ പടത്തിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, ഇതിന് പടത്തിനകത്ത് തുടക്ക സമയത്ത് നമ്മളെ പഴയ കാലത്തെ ഒരു പാട്ടുണ്ട്, അഴകിയ ലൈല എന്ന് പറഞ്ഞ പാട്ടുണ്ട്. അത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ടാണ്. നല്ല രീതിയിൽ തന്നെ ചെയ്തു വെക്കാനായിട്ട് ആ പാട്ട് കൊണ്ടുവന്നിട്ട് ചെയ്തു വെക്കാനായിട്ട് ഇതിൻ്റെ ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലാണ്. കാരണം ആ പാട്ട്, അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആക്ടേഴ്സ്, പിന്നെ അതിനകത്തുള്ള ഓരോ ട്വിസ്റ്റുകൾ, അതൊക്കെ പറഞ്ഞാൽ ഗംഭീരമാണ്. ആ ഒരു കാര്യത്തിൽ മികച്ച രീതിയിൽ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. BGM പാർട്ടാണെങ്കിൽ അടിപൊളിയാണ്. അതേപോലെ പാട്ട് നമുക്കിങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്ന പാട്ടുകളൊന്നും അല്ലെങ്കിൽ പോലും പടത്തിൻ്റെ മൂഡ് നിയന്ത്രിക്കുന്നതിന് ആ ഒരു ഫെസ്റ്റിവൽ മൂഡ്, അതൊരു കല്യാണത്തിൻ്റെ സമയത്ത് ഉണ്ടാവുന്ന ഫെസ്റ്റിവൽ മൂഡ് ഉണ്ടല്ലോ, അത് നിയന്ത്രിക്കാനായിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട്, അത് നമുക്ക് പ്രേക്ഷകർക്ക് കൺവേ ചെയ്യാനായിട്ട് ഇതിൻ്റെ മ്യൂസിക് പാട്ടിന് വളരെയധികം കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം. ക്ലൈമാക്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ശരിക്കും നമ്മളെ ഗുരുവായൂരിൽ ഷൂട്ട് ചെയ്ത് ആ ഒരു രീതിയിലുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗുരുവായൂരിൽ എന്തായാലും അവർക്ക് ഷൂട്ടിംഗ് പെർമിഷൻ കിട്ടില്ല. അപ്പോൾ ഇവർ അതിൻ്റെ സെയിം സാധനം ഡിറ്റോ ക്രിയേറ്റ് ചെയ്യുക ചെയ്തിട്ടുള്ളത്, ഒരു സെറ്റൊക്കെ ഇട്ടിട്ട്. പക്ഷെ ഒരിക്കലും നമുക്ക് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ പോലും അതൊരു സെറ്റാണെന്ന് തോന്നാത്ത രീതിയിൽ വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ഇതിൻ്റെ ആർട്ട് വർക്കിനും കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം ഇതിനെക്കുറിച്ച് ഏറ്റവും നമുക്ക് പോസിറ്റീവായിട്ടുള്ള തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലയാള സിനിമയുടെ ഒരു സുവർണ്ണ കാലഘട്ടം തിരിച്ചു വരികയാണോ എന്നുള്ള ഒരു തോന്നലാണ് നമുക്ക് വരുന്നത്. കാരണം വളരെ ലോ ബഡ്ജറ്റിൽ പോലും പടം എടുത്തിട്ട് വിജയിപ്പിക്കാൻ കഴിയും. നല്ലൊരു തിരക്കഥ ഉണ്ടെങ്കിൽ, നല്ല രീതിയിൽ അത് പ്രേക്ഷകരായിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്ടർ ഉണ്ടെങ്കിൽ, നല്ല രീതിയിൽ മ്യൂസിക് പാട്ടൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും, നല്ല നല്ല പെർഫോമേഴ്സ് ഉണ്ടെങ്കിൽ, ഒന്നും അധികമല്ലാത്ത രീതിയിൽ ഓവറാക്കാത്ത രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്കൊക്കെ ഇഷ്ടപ്പെടും. തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാൻ തോന്നുന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായി മാറും ഈ ഒരു പടം. ഇതൊരു റെഫറൻസ് ആയിരിക്കും ഈ പടം. ഇങ്ങനെയും പടം എടുക്കാം, ഇങ്ങനെ പടം എടുത്തിട്ടും തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ കഴിയും. വെറുതെ കുറേ 100 കോടി 500 കോടിയൊന്നും വേണമെന്നില്ല. ഈ ലോ ബഡ്ജറ്റിലും ലെസ് ദാൻ 10 crores, ഇതിപ്പോൾ എന്തായാലും ഒരു 8 കോടിയോ അല്ലെങ്കിൽ 10 കോടിയൊക്കെയാണ് ഈ പടത്തിന് മാക്സിമം ബഡ്ജറ്റ് വന്നിട്ടുണ്ടാവുകയുള്ളൂ. ഇങ്ങനെ പോലും നമുക്ക് 100 കോടിയോ 150 കോടിയോ ഒക്കെ അടിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.
നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു 3 മാസം കൊണ്ട് തന്നെ 3-4 മാസം കൊണ്ട് തന്നെ 2024 3-4 മാസം കൊണ്ട് തന്നെ 1000 കോടിയിലധികം മോളിവുഡിൽ കേരളം എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു ഫിലിം ഇൻഡസ്ട്രിയാണ്, അവിടുന്ന് നമുക്ക് കളക്ഷൻ ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളത്. അതിലേക്ക് ഒരു ആഡഡ് ബൂസ്റ്റ് ആയിരിക്കും ഈ പടത്തിൻ്റെ കളക്ഷൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ പടത്തിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എടുത്ത് വീണ്ടും പറയുകയാണെങ്കിൽ ബേസിൽ ജോസഫ് എന്ന ഒരു ആക്ടർ, അദ്ദേഹം പോളിഷ് ചെയ്ത് അത്രയ്ക്ക് മികച്ച ഒരു ആക്ടറായിട്ട് മാറി എന്നുള്ളത് അത് വീണ്ടും അദ്ദേഹം തെളിയിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം, സപ്പോർട്ടിങ് ആക്ടേഴ്സുള്ള അനശ്വര രാജൻ, പിന്നെ പൃഥ്വിരാജിൻ്റെ ആക്ടിങ്. പൃഥ്വിരാജൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജിനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. നല്ല ബോഡി, നല്ല രീതിയിലുള്ള ഒരു ബോഡി ലാംഗ്വേജ് നല്ല രീതിയിൽ അദ്ദേഹം ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇതിനകത്തുള്ള സപ്പോർട്ടിങ് ആക്ടേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിലും എല്ലാവരും ഒന്നിനൊന്ന് മികച്ച രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ള മ്യൂസിക് പ്ലേസ്മെൻറ്റ് എല്ലാം മികച്ച രീതിയിലാണ്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ത്രില്ലിംഗ് ആയിട്ടുള്ള സസ്പെൻസ് നിറഞ്ഞിട്ടുള്ള എന്നാൽ ഒരു ട്വിസ്റ്റും ടേൺസൊക്കെ ഉള്ള രീതിയിലുള്ള നമ്മളെ പണ്ടത്തെ തെങ്ങുകാശിപ്പട്ടണം മോഡലുള്ള കുറേ തോന്നലുകൾ കാര്യങ്ങളൊക്കെ വരുത്തുന്ന രീതിയിലുള്ള കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന കുറേ എലമെൻറ്റ്സ് വെച്ചിട്ടുള്ള ഒരു മികച്ച പടം. ഇത് തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. കാരണം തിയേറ്ററിൽ പോയിട്ട് കണ്ടാൽ നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവി ആയിട്ട് തന്നെയാണ് ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരു 9 ഔട്ട് ഓഫ് 10 എന്ന സ്കോർ നമുക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു പടം കാണണം, ഒരു ഫീൽ ഗുഡ് മൂവി കാണണം, നല്ലൊരു ഫൺ എൻ്റർടൈൻമെൻറ്റ് മൂവി കാണണം വിത്ത് യുവർ ഫ്രണ്ട്സ് ഓർ വിത്ത് യുവർ ഫാമിലി, മസ്റ്റ് ഗോ ഫോർ ദിസ് ഗുരുവായൂർ അമ്പലനടയിൽ ആൻഡ് വാച്ച് ഫ്രം തിയേറ്റേഴ്സ് ഓൺലി.